വാർത്തകളിലേക്ക്. കശ്മീർ താഴ്വരയിൽ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച് സൈന്യം. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാന്റെ സ്മരണയായിട്ടാണ് രജൌരിയിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. 80-ലധികം ടീമുകൾ പങ്കെടുത്തു. 1947 ഭാരത് പാക് യുദ്ധത്തിലാണ് ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ മാതൃരാഷ്ട്രത്തിനായി ജീവത്യാഗം ചെയ്തത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപം രജൌരിയിലെ നൌഷേരയിലുള്ള ആർമി സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ബ്രിഗേഡിയർ കൗശൽ കുമാർ മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പുതുതലമുറയിലെ യുവാക്കളുടെ ഉന്നമനത്തിനും പ്രചോദനത്തിനുമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചതെന്ന് കൗശൽ കുമാർ പ്രതികരിച്ചു. 100 കണക്കിന് യുവാക്കളാണ് ബ്രിഗേഡിയർ ഉസ്മാന്റെ പേരിലുള്ള ഈ ടൂർണമെന്റിന്റെ ഭാഗമായത്. തങ്ങളുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനും മയക്കുമരുന്ന് പോലുള്ള തെറ്റായ പ്രവണതകളിൽ നിന്ന് മോചനം നേടുന്നതിനുമുള്ള അവസരമാണ് സൈന്യം നൽകിയതെന്ന് ഗുലാം മുസ്തഫ പറഞ്ഞു. ड्रग्स पे लोग जा रहे हैं, एंटी नेशनल एलिमेंट्स पे जो हमारे यहाँ पे मतलब जो मोस्टली बच्चों को जो एजुकेशन से या बाकी चीज़ों से दूर करने के लिए स्पोर्ट्स जो है वो सबसे मैन जो है वो उस पर कोशिश करता है कि बच्चों को इन चीज़ों से दूर रखा जाए. तो हम यही कह सकते हैं कि उनके नाम पे जो ये टूर्नामेंट यहाँ पे शुरू किया गया है ब्रिगेडियर उस्मान साहब के नाम पे, ये हमारे लिए बहुत बड़ा मौका है कि हम अपने टैलेंट को यहाँ पे शो कर सकें और ड्रग्स से दूर रह सकें. और हम भी यही मैसेज देना चाहते हैं कि से नो टू ड्रग्स. ഭീകര സംഘടനകളിൽ ആകൃഷ്ടരായിരുന്ന കശ്മീരി യുവാക്കൾ ഇന്ന് ദേശീയതയുടെ ഭാഗമാകുന്നതായി BJP നേതാവ് രവീന്ദർ റെയ്ന പ്രതികരിച്ചു. ഭാരത സൈന്യത്തിന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നെന്ന് രവീന്ദർ റെയ്ന പറഞ്ഞു. ഭാരതീയ സേന കാ ഹം हृदय से धन्यवाद करते हैं. जहां हमारी सेना देश की रक्षा में अपना सर्वस्व योगदान करती है, वहीं भारतीय सेना के इस शानदार इनिशिएटिव से यहां जम्मू कश्मीर के नौजवानों को, रजौरी पुंछ के नौजवानों को, नौशहरा के बॉर्डर के सीमावर्ती इलाके के नौजवानों को ये मौका मिला है कि वो खेल के अंदर भी अपनी प्रतिस्पर्धाओं को, अपनी प्रतिभाओं को, अपनी कैपेबिलिटीज को सामने लाए और देश का नाम पूरे दुनिया के अंदर रोशन करें. हम भारतीय सेना का ഹൃദയ से धन्यवाद करते हैं. 80-ലധികം ക്രിക്കറ്റ് ടീമുകളാണ് ആവേശകരമായ ടൂർണമെന്റിന്റെ ഭാഗമായത്. കശ്മീരിലെ ഏറ്റവും വലിയ കായിക ഒത്തുചേരലായി ടൂർണമെന്റ് മാറി. ജമ്മു കശ്മീരിൽ നിന്നുള്ള മികച്ച ക്രിക്കറ്റ് പ്രതിഭകളെ കണ്ടെത്തി ഭാരതത്തിന് സമ്മാനിക്കുക എന്ന ലക്ഷ്യം കൂടി സൈന്യത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് ജനം.